അട്ടപ്പാടിയിൽ മധു വിശന്നു വലഞ്ഞ് മധുവിൻ്റെ കാര്യങ്ങൾ ഇതേ പാട്ടിൽ പറയുന്നുണ്ട്. ഇപ്പോൾ മോദിയെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിട്ടില്ല. ഇതേ പാട്ടിൽ തന്നെ വേടൻ പറയുന്നുണ്ട്, കാട് കട്ടവൻ്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കുന്നു പറഞ്ഞാൽ മധുവിൻ്റെ കാര്യം കൃത്യമായി തന്നെ വേടൻ പറഞ്ഞു. മധുവിൻ്റെ പേരെടുത്ത് പറഞ്ഞു പറയണം. മധുവിൻ്റെ കാട് കട്ടവൻ്റെ നാട്ടിൽ എന്നല്ല പറയണ്ടേ. മധു എന്തിനാണ് മരിച്ചത്? ആ മധുവിനൊരു മോചനം. ആ മധുവിനെ പോലെ നിരവധി മധുമാരുണ്ട്. ആ മധുമാരുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് റാപ്പർ വേടൻ. മധുവിൻ്റെ കാര്യം കൃത്യമായി തന്നെ ഇത്തരം പാട്ടുകളിലൂടെ വേടൻ പറഞ്ഞു പോകുന്നുണ്ടല്ലോ. പക്ഷെ അതൊന്നും പുറത്തു വന്നില്ലല്ലോ. ഇതേ പാട്ടിലുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന 2020 വന്നിട്ടുള്ള അതേ പാട്ടിനകത്തുള്ള വരിയാണ് ഈ കാട് കട്ടവൻ്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കുമെന്ന് പറയുന്ന മധുവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ. കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്തിട്ട് വേടൻ പാടേണ്ടിയിരുന്നു മധുവിനെക്കുറിച്ച് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടല്ല പാടേണ്ടിയിരുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് ഉറക്കെ പാടിയപ്പോൾ മധുവിനെക്കുറിച്ച് പതുക്കെ പാടി. അതെന്തിനാണ് മധുവിനെക്കുറിച്ച് പതുക്കെ പാടിയത്? മധുവിനെക്കുറിച്ച് കുറച്ചുകൂടി ഉറക്കെ പാടണം. അതുപോലെ തന്നെ ഈ മരിച്ച 2 ചെറിയ പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾക്ക് നീതി കിട്ടാനായിട്ട് കുറച്ചുകൂടി ഉറക്കെ പാടണം. അതൊക്കെയാണ് റാപ്പർ വേടൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു സമാജത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങളും വരികളുമെല്ലാം ആവിഷ്കരിച്ചുകൊണ്ട് ഒരു സമാജത്തെ തമ്മിൽ അടുപ്പിക്കുകയല്ല ചെയ്യേണ്ടത്.